ഇരുചക്ര വാഹനങ്ങളിൽ ആളുകളൊക്കെ ഒന്ന് കറങ്ങി നടക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു പതിവ് കാഴ്ചയാണ്. അതിൽ ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നുള്ള വ്യത്യാസമൊന്നും ഉണ്ടാവുകയുമില്ല. കുറച്ച് പ്രായം കൂടിയ ചെറുപ്പക്കാർ, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രായമുള്ള അങ്കിൾമാർ, ആൻറ്റിമാർ, ഇനി നമ്മുടെ മാതാപിതാക്കൾ, അങ്ങനെ വിവിധ കാറ്റഗറിയിലുള്ള ആളുകൾ ഇരുചക്ര വാഹനങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങി നടക്കാറുണ്ട്. അത് പുലർകാലത്തെ ഒരു യാത്രയായി മാറ്റാം, അതല്ലെങ്കിൽ നൈറ്റ് റൈഡാക്കി മാറ്റാം. വാഹനം ഓടിക്കുന്നയാളും ഈ റൈഡറായി കൂടെ കയറുന്ന ആളും ഒക്കെ ഹെൽമെറ്റ് ധരിക്കണം. അത് നിയമപ്രകാരമുള്ള മുന്നറിയിപ്പാണ്. അത്തരത്തിൽ അസ്വാഭാവികതയൊന്നുമില്ലാതെ ആളുകൾ വാഹനത്തിൽ ചുറ്റിക്കറങ്ങി നടക്കാറുമുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി ഗ്രാമ നഗര വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ബൈക്കിലും അതുപോലെ തന്നെ സ്കൂട്ടറിലും ഒക്കെ കയറുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. എന്ന് പറഞ്ഞാൽ ഒരു സ്കൂട്ടറിൽ അല്ലെങ്കിൽ ഒരു ബൈക്കിൽ തന്നെ 3 പേർ, ചിലപ്പോഴൊക്കെ 4 പേർ വരെ കയറുന്ന സാഹചര്യവുമുണ്ട്. ഇപ്പോൾ ഒരേ കലാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർ ഹോസ്റ്റലിൽ നിന്നോ അല്ലെ താമസിക്കുന്ന സ്ഥലത്ത് നിന്നോ ഒക്കെ കലാലയത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ 3 പേർ ഒന്നിച്ചായിരിക്കും കയറുക. അതിൽ ഒരാൾ ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ 2 പേർ ധരിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ സ്കൂട്ടറിൽ പോകുന്ന പെൺകുട്ടികൾ അത് ഏതെങ്കിലും ഷോപ്പിൽ ജോലിക്ക് നിൽക്കുന്നവരാകാം, പഠിക്കാൻ പോകുന്നവരാകാം, അല്ലെങ്കിൽ IT മേഖലയിൽ ജോലി ചെയ്യുന്നവരാകാം. വളരെ എളുപ്പത്തിന് വേണ്ടി സുഹൃത്തുക്കൾ ഒന്നിച്ച് ചേർന്ന് ഈ പറയുന്ന ട്രിപ്പിൾസ് അടിച്ചൊക്കെ പോകും. ഇനി രാവിലെ ജോലിക്ക് പോകുന്ന മാതാപിതാക്കൾക്കൊപ്പം ചിലപ്പം പ്രായപൂർത്തിയായ മകനോ മകളോ ഒക്കെ ഈ പറയുന്ന 2 വീലർ കയറിപ്പോവും. അപ്പോഴും അത് ട്രിപ്പിൾസാണ്. അതല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് നിന്ന് പ്രത്യേകമായ ഏതെങ്കിലും സ്ഥലത്തേക്ക് ജോലിക്ക് പോകുന്നവർ, അതായത് ജോലി സ്ഥലം ഒരേ നഗരമായിരിക്കാം, അവരും ചിലപ്പോൾ ഈ ട്രിപ്പിൾസൊക്കെ കയറിപ്പോവും. ട്രിപ്പിൾസ് കയറി പോകുന്നതിനെ ഒരു സർക്കസ് അഭ്യാസം എന്നാണ് അധികാരികൾ ഇപ്പോൾ പറയുന്നത്. അതായത് ഇനി ഇങ്ങനെ ട്രിപ്പിൾസ് കയറി പോകുന്നത് കണ്ടാൽ മോട്ടോർ വാഹന വകുപ്പ് കർശനമായ നടപടിയെടുക്കും. അതായത് വാഹനം ഓടിക്കുന്ന ആളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. എന്ന് വെച്ചാൽ ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ആരൊക്കെയെങ്കിലും ബൈക്കിനൊക്കെ ഒന്ന് കൈ കാണിച്ച് കയറാൻ ശ്രമിച്ചാൽ നമ്മൾ കയറിയത് കൊണ്ട് ഈ നമ്മളെ ഉൾപ്പെടെ 2 പേരെ വഹിച്ചു പോകുന്ന ആ ബൈക്ക് യാത്രികൻ്റെ ലൈസൻസ് റദ്ദാക്കപ്പെടാം. ഇനി നമ്മളാണ് സ്കൂട്ടർ ഓടിച്ച് പോകുന്നത്, അപ്പം മറ്റൊരാൾ ലിഫ്റ്റ് ചോദിച്ച് അല്ലെങ്കിൽ 1-2 പേര് ലിഫ്റ്റ് ചോദിച്ച് കയറിയാൽ അപ്പോഴും മോട്ടോർ വാഹന വകുപ്പിൻ്റെ പിടിയിലകപ്പെട്ടാൽ നമ്മുടെ ലൈസൻസ് റദ്ദാക്കപ്പെടാം. എന്ന് വെച്ചാൽ ഇത്രയും കാലം ട്രിപ്പിൾസ് അടിച്ചു പോകുന്ന വാഹനങ്ങളെയൊക്കെ നിയമലംഘനമാണെങ്കിൽ കൂടി പോലീസ് അതിനോട് ഒന്ന് കണ്ണടയ്ക്കുന്ന മനോഭാവം ഉണ്ടായിരുന്നു. കാരണം ജോലിക്ക് പോവുകയാണ്, അല്ലെ പഠിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ മറ്റത്യാവശ്യത്തിന് പോവുകയാണ് എന്നുള്ള രീതിയിൽ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു രീതിയാണ്. പക്ഷേ ഇരുചക്ര വാഹനങ്ങളുടെ അടക്കം വാഹനങ്ങളുടെ എണ്ണം നമുക്ക് നമ്മുടെ റോഡുകൾക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ അപകടങ്ങളും കൂടുന്നു, പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങളിലെ അപകടം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ട്രിപ്പിൾസ് കയറിയുള്ള ഈ അഭ്യാസ പ്രകടനം ഇനി അനുവദിക്കാനാവില്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. ട്രിപ്പിൾസ് ട്രബിളാണ് എന്നാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇത്തരത്തിലുള്ള ഉപദേശങ്ങളും മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നുണ്ട്. ഇങ്ങനെ ട്രിപ്പിൾസ് കയറിപ്പോയാൽ നമ്മൾക്ക് ചിലപ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയില്ല. അതായത് നിയമപരമായ നടപടി നേരിടേണ്ടി വരില്ല, അതിനു മുമ്പ് തന്നെ ജീവൻ പൊലിഞ്ഞു പോകാം എന്നാണ് പറയുന്നത്. അതായത് ഇത്തരത്തിലുള്ള വീരസാഹസിക പ്രവർത്തികളിൽ നിന്ന് ബൈക്ക് യാത്രികർ പിന്മാറണം. അത് ആണുങ്ങളായാലും കൊള്ളാം, സ്ത്രീകളായാലും കൊള്ളാം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഇനി അംഗീകരിക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള നിയമലംഘന പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കും. കാരണം നമ്മളെയൊക്കെ കാത്ത് വീട്ടിൽ നമ്മുടെ മക്കൾ, മാതാപിതാക്കൾ, ബന്ധുക്കൾ, സഹോദരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രിപ്പിൾസ് കയറിപ്പോയി ഏതെങ്കിലും വാഹനത്തിൻ്റെ അടിയിൽപ്പെട്ട് നമ്മളുടെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ഒരു കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതല്ല. മാത്രമല്ല അടിയന്തര ഘട്ടങ്ങളിൽ കൈത്താങ്ങാകേണ്ട ഇൻഷുറൻസിൻ്റെ പരിരക്ഷ പോലും ഇതുമൂലം നഷ്ടമാകും. അപ്പോൾ ഒരു വാഹനത്തിൽ 3 പേർ കയറി പോകുന്നത് മൂലമുണ്ടാകുന്ന അപകടം നിയമപരമായി ഒരു സഹായം പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും. അതായത് 3 പേർ ഒരു വാഹനത്തിൽ കയറി പോവുകയും ആ വാഹനം അപകടത്തിൽപ്പെടുകയും ചെയ്താൽ നിയമപരമായി പോലും യാതൊരു സാധുതയും അല്ലെങ്കിൽ ഒരു സഹായവും അവർക്ക് ലഭിക്കില്ല. അതുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് പറയുകയാണ്, ദയവായി ഈ ട്രിപ്പിൾസ് യാത്ര നിങ്ങൾ ഒഴിവാക്കണം. അത് വിദ്യാർത്ഥികളായാലും ശരി, ചെറുപ്പക്കാരായാലും ശരി, വനിതകളായാലും ശരി, പ്രായമുള്ള മാതാപിതാക്കളായാലും ശരി, എല്ലാവരും ഈ നിയമം പാലിക്കണം. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെയാണ് രാത്രി കാലങ്ങളിലുള്ള ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ കൂടി വരുന്നു. അതും പരമാവധി ഒഴിവാക്കണം. കാരണം നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരൊക്കെ പൊതുവെ പകൽ സമയത്ത് കൂടുതൽ ജോലി ചെയ്യുകയും രാത്രിയിൽ കിടന്നുറങ്ങുകയും ചെയ്യുന്ന ആൾക്കാരാണ്. കുറച്ച് അപൂർവമായ ആൾക്കാർ രാത്രി ഷിഫ്റ്റുകളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, അവരെ അല്ല പറയുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരമായി പകൽ സമയങ്ങളിൽ ജോലി ചെയ്യുന്നു, അധ്വാനിക്കുന്നു, രാത്രി സമയങ്ങളിൽ വിശ്രമം എടുക്കുന്നു. അങ്ങനെ നമ്മുടെ ശരീരം അതിനോട് ഒന്ന് തുലനം ചെയ്തു പോവുകയാണ്.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് രാത്രിയിൽ ഉറക്കം വിളച്ചുകൊണ്ട് തന്നെ വാഹനം ഓടിക്കേണ്ട സാഹചര്യം വരുന്നത്. നമുക്കൊരു അമിത ആത്മവിശ്വാസമുണ്ട്, കാരണം നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയും എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ ശരീരം വിശ്രമം ആവശ്യപ്പെടുന്ന സമയമായിരിക്കാം. നമ്മൾ അതിനെ അതിജീവിച്ച് കണ്ണൊക്കെ ഒന്ന് കഴുകി അല്ലെങ്കിൽ ഒരു കാപ്പിയൊക്കെ കുടിച്ച് വീണ്ടും ബൈക്കിൽ ദീർഘദൂര യാത്ര നടത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? രാത്രിയിൽ നിരത്തുകളിൽ വാഹന ഗതാഗതം കുറവായിരിക്കും, പെട്ടെന്ന് എത്തിച്ചേരാം. അതല്ലെങ്കിൽ രാത്രി യാത്ര കുറച്ചുകൂടെ സൗകര്യപ്രദമാണ്, അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷേ നമ്മളുടെ ഈ അമിത വിശ്വാസം ഒരുപക്ഷെ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് പോലും എത്തിച്ചേക്കില്ല. എന്ന് പറഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അപ്പോഴും കൂടുതലാണ്. അപ്പോൾ സ്ഥിരമായി നമ്മളങ്ങനെ രാത്രിയിൽ യാത്ര ചെയ്യാത്ത ആളുകളാണെങ്കിൽ മെനക്കെട്ട് അത്തരത്തിലുള്ള റിസ്ക് യാത്രകൾ ഒഴിവാക്കണമെന്നും മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്നു. അപ്പോൾ ഇത്രയും കാലം ഈ ട്രിപ്പിൾസ് ഒക്കെ കയറിപ്പോയതിനെ ഒന്ന് കണ്ണടച്ചിരുന്ന പോലീസും ഇനി മുതൽ മോട്ടോർ വാഹന വകുപ്പിനൊപ്പം കൈകോർക്കും. അതുപോലെ തന്നെ ഈ രാത്രി കാലങ്ങളിലെ യാത്ര അത് വേണ്ട എന്നുള്ള അവബോധവുമായി പോലീസും മോട്ടോർ വാഹന വകുപ്പും ഒക്കെ രംഗത്തേക്കിറങ്ങും. ഇത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്, നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. നമ്മെ കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട്, അല്ലെ ആ കുടുംബത്തിൻ്റെ അത്താണിയാണ് നമ്മൾ എന്നൊക്കെയുള്ള ഒരു ബോധവൽക്കരണ സന്ദേശം കൂടിയാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ട്രിപ്പിൾസ് കയറിയുള്ള യാത്രകൾ അത് സ്കൂട്ടറിലായാലും ബൈക്കിലായാലും പുരുഷന്മാരായാലും സ്ത്രീകളായാലും എല്ലാം ഒഴിവാക്കണം. അത്യാഹിതങ്ങൾ മാറ്റി നിർത്തണം. ഇപ്പോൾ ഒരു ബൈക്ക് യാത്രികൻ്റെ സഞ്ചാരം പോലും അത്ര സുരക്ഷിതമല്ല നമ്മുടെ നിരത്തുകളിൽ, കാരണം അവൻ പോലും സുരക്ഷിതനല്ല. എന്നിട്ടാണ് മറ്റൊരാളെ കൂടെ, ഒരു റൈഡറെ കൂടെ അവൻ ഇരുചക്ര വാഹനത്തിൽ കൊണ്ടുപോകുന്നത്. ഇതുകൂടാതെയാണ് ട്രിപ്പിൾസ് അടിച്ചു പോകുന്നത്. അപ്പോൾ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം വലുതാകും? അത്തരം കാര്യങ്ങൾ നമ്മളെല്ലാം തന്നെ സ്വയം മനസ്സിലാക്കണം. നിയമം അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ അനുസരിക്കുകയാണ് എന്ന് വെക്കാതെ നമ്മൾ തന്നെ ഇനി മറ്റൊരു 2 പേർ പോകുന്ന വാഹനത്തിൻ്റെ പിന്നിൽ കയറി ആ വാഹനം ഓടിക്കുന്ന ആളുടെ ലൈസൻസ് റദ്ദാക്കുന്ന നടപടികളിലേക്ക് അയാളെ എത്തിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മളാണ് വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ മറ്റാളുകളെ വിളിച്ചു കയറ്റി നമ്മളുടെ ലൈസൻസ് റദ്ദാക്കുന്ന സാഹചര്യം ഒഴിവാക്കുക. അപ്പോൾ നമ്മൾ സ്വയം ഈ നിയമങ്ങൾ പാലിക്കാൻ തയ്യാറാകണം. മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കണം. പോലീസിനെ ഭയന്നല്ല, ആ നിയമങ്ങൾ അനുസരിക്കേണ്ടത്, അല്ലെ നിയമങ്ങൾ പാലിക്കേണ്ടത് നമ്മുടെ കടമയാണ്, നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി നമ്മൾ ശരിയായ രീതിയിൽ വാഹനങ്ങൾ ഉപയോഗിക്കാനും ശരിയായ രീതിയിൽ നിരത്തുകളിലൂടെ സഞ്ചരിക്കാനുമൊക്കെ ശ്രമിക്കണം. അപ്പോൾ ഒരു ശുഭയാത്ര തന്നെ എല്ലാവർക്കും നേരുന്നു.